നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനങ്ങളിലൊന്നാണ് കേട്ടോ ഇത്. സാധനം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ. സ്റ്റാൻഡിൻ്റെ പ്രത്യേകത മൂവബിളാണ്. ഇതിലെന്താ ഇത്ര അത്ഭുതപ്പെടാനെന്ന് ചോദിച്ചാൽ ഇതിന് മുന്നേ ഞാൻ ഇത്തരത്തിലുള്ള സ്റ്റാൻഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മറിച്ചൊന്ന് ചിന്തിക്കേണ്ടി വന്നത്. ഇതിൽ എത്രത്തോളം കപ്പാസിറ്റി ബെയർ ചെയ്യും, അതായത് എത്രത്തോളം വെയിറ്റ് ഇതിന് താങ്ങാൻ പറ്റും, അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വന്നത് ഇപ്പോഴാണ്. കാരണം എൻ്റെ ഫ്രിഡ്ജ് 268 ലിറ്ററോളം കപ്പാസിറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് താങ്ങുന്ന ഒരു സാധനം വാങ്ങിച്ച് വെച്ചില്ലെങ്കിൽ എപ്പോഴാണ് ഒടിഞ്ഞു വീഴുന്നതെന്ന് ഒരു നിശ്ചയം ഉണ്ടാവില്ല. അങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ളതും അത്യാവശ്യം നല്ല വെയിറ്റ് ബെയർ ചെയ്യാൻ പറ്റുന്നതിനെ തിരക്കി പിടിച്ച് കണ്ടെത്തിയാലൊന്നാണ് കേട്ടോ ഇതായി കാണുന്നത്. 200 രൂപയ്ക്കും 300 രൂപയ്ക്കും വരെ നമുക്കിപ്പോൾ ഓൺലൈനിൽ സ്റ്റാൻഡ് അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് വേണം നമ്മളിങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് ഇതിൻ്റെ മണ്ടയിൽ വയ്ക്കാൻ. ഇനി ഞാനെന്താ ഇത് തന്നെ സെലക്ട് ചെയ്തതെന്നുള്ളതിന് റീസൺ പറഞ്ഞുതരാം. നമ്മൾ പൊതുവേ വാങ്ങിക്കുന്ന ഇങ്ങനത്തെ മൂവബിൾ സ്റ്റാൻഡ്സ് എല്ലാം നിൽക്കുന്നത് എങ്ങനെയാണ്? വീലിൽ തന്നെയാണല്ലേ. വീൽ ഒരിക്കലും പ്ലാസ്റ്റിക് അല്ലാതെ മെറ്റൽ കൊണ്ട് മേഡ് ചെയ്തേക്കുന്ന ഒരു വീലുള്ളതും ഞാൻ ഈ തിരഞ്ഞിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വീലിൽ നിർത്തി നമ്മുടെ ആവശ്യാനുസരണം അതിനെ മൂവ് ചെയ്തിട്ട് അതിനെ പിന്നെ നല്ല ബലമുള്ള രീതിയിൽ സ്റ്റാൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഞാൻ മേടിക്കാനുള്ള മെയിൻ റീസണും. അപ്പോൾ അതിൻ്റെ ഫിറ്റിംഗ് പ്രോസസ്സൊക്കെ തീർന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള അളവെടുക്കുകയാണ് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ അളവിൽ, ഫ്രിഡ്ജെന്നല്ല, നമ്മുടെ ഏത് സാധനമാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ സെയിം സൈസിലേക്ക് നമുക്കിത് കൺവേർട്ട് ചെയ്യാനും പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിന് സ്റ്റാൻഡിൽ നിന്ന് വീലിലേക്കും വീലിൽ നിന്ന് സ്റ്റാൻഡിലേക്കും സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന്. അതെങ്ങനെയാണെന്നാണ് ഞാനീ കാണിച്ചിരുന്നത്. വളരെ ഈസി ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു സാധനത്തെ പിടിച്ച് 2 കറക്ക് കറക്കിയാൽ മതി കേട്ടോ. അത് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യും. അതായത് നമ്മുടെ ആവശ്യത്തിന് മാത്രം ഇതിനെ വീലിൽ നിർത്തുന്നതാണ് ഏറ്റവും സേഫ്. അല്ലാത്ത പക്ഷം നല്ല ബലമുള്ള രീതിയിൽ സ്റ്റാൻഡിൽ തന്നെ നിർത്തുക, പ്രത്യേകിച്ച് അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനമാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ട് ചുമ്മാ നമ്മൾ വീലിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ട. ആ ഒരു ഹൈറ്റിൽ വെച്ച് തന്നെ നമ്മുടെ കയ്യിലുള്ള ഏത് ചൂലായാലും അതിൻ്റെ അടിഭാഗത്തേക്ക് കയറ്റി ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണേ. വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ.